നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 1-ാം ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നിസൺ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം. ഹൗ ഡസ് ദ ഗ്രേറ്റ് പോയറ്റ് ടെന്നിസൺ ഡിസ്ക്രൈബ് ദ ബുക്ക് ഓഫ് റൂത്ത്? The great poet Tennyson describes the book of Ruth as a poem that leaves no room for further improvement for any poet. രൂത്തിൻ്റെ പുസ്തകം കഴിഞ്ഞാൽ രൂത്തിൻ്റെ പേര് പരാമർശിക്കുന്ന വേദഭാഗം ഏതാണ്? അതിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം: വേദഭാഗം മത്തായി 1-ാം അധ്യായം 5-ാം വാക്യം. യേശുവിൻ്റെ വംശാവലിയോട് ചേർന്നാണ് രൂത്തിൻ്റെ പേര് പരാമർശിക്കുന്നത്. After the book of Ruth, where is Ruth's name mentioned again in the Bible, and what is notable about this mention? Ruth's name is mentioned only once more in the Gospel of Matthew, chapter 1, verse 5, where she appears in the genealogy of Jesus Christ. അടുത്ത ചോദ്യം: ചരിത്രപരമായി രൂത്ത് ദാവീദ് രാജാവിൻ്റെ ഡാഷ് ആണ്? ഉത്തരം: വലിയ വലിയമ്മ. ഹിസ്റ്റോറിക്കലി Ruth is dash of King David. Answer: great grandmother. അടുത്ത ചോദ്യം നോക്കാം. രൂത്തിൻ്റെ പുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സുന്ദരമായ ഭാഷാരീതിയിൽ മൃദുലങ്ങളായ ചിന്തകളും ഉത്കൃഷ്ടമായ വികാരങ്ങളും ആഴമായ മതവിശ്വാസവും ആകർഷകമായ വിധത്തിൽ ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. How is the book of Ruth portrayed? This book portrays subtle thoughts, noble emotions, and a deep religious faith in a very appealing manner. രൂത്തിൻ്റെ പുസ്തകം ക്രിസ്തു ഒരുക്കിയ രക്ഷയുടെ മുൻകുറിയാകുന്നതെങ്ങനെ? രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത അത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. ചാർച്ചക്കാരൻ, പ്രതികാരകൻ എന്നൊക്കെ അർത്ഥമുള്ള ഗോയേൽ എന്ന എബ്രായ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടെടുപ്പുകാരൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥമായി രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബോവാസ് എന്ന മഹാധനികനായ പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ നിഴൽ ഈ പുസ്തകത്തിൽ കാണാം. ബലം അവനിൽ എന്നാണ് ബോവാസ് എന്ന പദത്തിൻ്റെ അർത്ഥം. മോവാബ്യർ ദൈവവിരോധികളാണ്. വീണ്ടെടുപ്പിന് യാതൊരു അർഹതയുമില്ലാത്ത മോവാബ്യരുടെ ഇടയിൽ നിന്ന് രൂത്തിനെ വീണ്ടെടുത്ത് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ബോവാസ് തയ്യാറായി. അങ്ങനെ ജാതികളുടെ ഇടയിൽ നിന്നും സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന് മുൻകുറിയായി ബോവാസ് മാറി. How is the book of Ruth a foreshadowing of the salvation provided by Christ? The special feature of the book of Ruth is that it points to Christ the Redeemer. Here the Hebrew word goel has been used. Even though the word can also mean avenger or kinsman, in the book of Ruth it has been translated as Redeemer. The relevance of the book of Ruth is enhanced through the introduction of an extremely wealthy and perfect Redeemer, Boaz, who prefigures Christ the Savior. The meaning of the word Boaz is "in him is strength." The Moabites are atheists. Boaz, with complete willingness, perfectly redeems Ruth from among the Moabites who were undeserving of redemption and makes her his wife. Boaz becomes the foreshadowing of Christ who redeemed the church from among the Gentiles. രൂത്തിൻ്റെ പുസ്തകം എഴുതിയതാര്? എഴുതിയ കാലഘട്ടമേത്? ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് പുസ്തകത്തിൽ യാതൊരു സൂചനയുമില്ല. ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷാശൈലിയാണ് ഈ പുസ്തകത്തിനും ഉള്ളതെന്നതിനാൽ ഇത് എഴുതിയത് ശമൂവേൽ എന്നാണ് യഹൂദ റാബിമാരുടെ പാരമ്പര്യം പറയുന്നത്. എന്നാൽ ഇത് ശമൂവേലിൻ്റെ കാലത്തിന് ശേഷം ഉണ്ടായതാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ദാവീദിൻ്റെ വംശാവലി നൽകണമെന്നത് ഗ്രന്ഥകാരൻ്റെ പ്രധാന ഉദ്ദേശ്യമായി മനസ്സിലാക്കുന്നതിനാൽ പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകാം എന്ന ചിന്തയും നിലവിലുണ്ട്. BC 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോ ആയിരിക്കാം ഇത് എഴുതിയതെന്ന ചിന്തയും പ്രാബല്യത്തിലുണ്ട്. ഉള്ളടക്കത്തിലെ സംഭവങ്ങൾക്ക് ശേഷം അധിക കാലം കഴിഞ്ഞാണ് ഇത് എഴുതിയതെന്നാണ് വിവക്ഷ. പാരമ്പര്യപ്രകാരം
ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏകദേശം 1300 BC-യിൽ ഉണ്ടായ സംഭവം എന്നുള്ള ചിന്തയ്ക്കാണ് മുൻതൂക്കം. Who wrote the book of Ruth? What period was it written in? There is no indication regarding the author in the book. In the tradition of the Jewish rabbis, it is considered as the work of Prophet Samuel, since the book has a similar writing style as the books of Samuel. However, others hold that it was written after the period of Samuel. There is also another thought that this was written after the period of exile, because one of the main intentions of the author is to write down the genealogy of King David. The belief that this was written in the 5th century or at the beginning of the 4th century BC also prevails. The general inference is that this was written quite after some time after these incidents occurred. According to the traditions and majority opinions, these events are considered to have occurred around 1300 BC during the reign of Judges. ഈ ഭാഗത്ത് കുറേ പേരുകളും അവയുടെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. എലീമലേക്ക്, ദൈവം എൻ്റെ രാജാവാകുന്നു. ഓർപ്പ, കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ. രൂത്ത്, സഹിത്വമുള്ളവൾ അല്ലെങ്കിൽ സഖിയായവൾ. മഹ്ലോൻ, ക്ഷീണിതൻ. കില്യോൻ, ക്ഷയിച്ചു പോകുന്നവൻ. നവോമി, സന്തോഷം. മാറ, കയ്പ്. ബോവാസ്, ബലം അവനിൽ. ഗോയേൽ, വീണ്ടെടുപ്പുകാരൻ. Meaning of words: Mahlon, weakness. Elimelech, God is my king. Kilion, weakening or fainting. Naomi, joy. Orpah, one who turned her neck away. Ruth, one who became a friend or companion. Goel, redeemer. Boaz, in him is strength. Mara, bitter. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ എലിമലേക്ക് മോവാബിൽ വെച്ച് മരിക്കുവാൻ കാരണമെന്ത്? മോവാബ് ഇസ്രായേലിനോട് ശത്രുതയിലായിരുന്നു. മോവാബ്യരോട് ഒരു തരത്തിലും ഇടപെടുവാൻ പാടില്ല എന്നൊരു നിയമം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ മോവാബിലേക്ക് പോകുവാൻ ആർക്കും അനുവാദമില്ലായിരുന്നു. ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് എലിമലേക്ക് മോവാബിലേക്ക് പോയതിനാൽ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ എലിമലേക്ക് മോവാബിൽ വെച്ച് മരിക്കുവാൻ ഇടയായി. Why did Elimelech die in Moab without being able to see the next generation? Moab maintained enmity with Israel. There was rule among the people of Israel that they would in no way relate to the people of Moab. Even when there was a famine, the people of Israel that they would in no way relate to the people of Moab. Even when there was famine, the people of Israel were expected to live trusting God completely, and no one had permission to go to Moab. As Elimelech broke his covenant with God and traveled to Moab, he died there without being able to see his next generation. എന്തുകൊണ്ടാണ് നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങിയത്? യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് നിന്ന് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. Why did Naomi want to return to Bethlehem? When Naomi heard in Moab that the Lord had come to the aid of his people by providing food for them, she and her daughter-in-law prepared to return home from there. ആരോട് പറഞ്ഞു? നിങ്ങൾ താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. ഇത് നവോമി തൻ്റെ മരുമക്കൾ ഇരുവരോടും പറഞ്ഞതാണ്. Who told whom? Go back, each of you, to your mother's home. May the Lord show you kindness as you have shown kindness to your dead husbands and to me. Naomi said to her two daughters-in-law. വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലകയായി മാറിയ രൂത്തിൻ്റെ പ്രസ്താവന ഏതാണ്? രൂത്ത് 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഴ്സാണ്, ബൈബിൾ വേഴ്സാണ്. നമുക്ക് മനപ്പാഠവാക്യമായിട്ടും ഈ വചനം പഠിക്കുവാനുണ്ട്. ഈ രൂത്തിൻ്റെ പ്രസ്താവന വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ഒരു ചൂണ്ടുപലകയായിട്ട് മാറി.
Which of Ruth's declaration became the signpost to the journey of redemption? Ruth chapter 1, verse 16 and 17. She told Naomi, "Do not urge me to leave you or turn back from you. Where you go, I will go, and where you stay, I will stay. Your people will be my people, and your God my God. Where you die, I will die, and there I will be buried. May the Lord deal with me, be it ever so severely, if even death separates you and me." അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.